എടേ അൻസാറേ അതൊക്കെ എന്ത് വർത്താനമാണ് ഈ പറയണത്? ഒരു തന്തയില്ലാത്ത ഇതല്ലേ കാണിക്കണത്? ആ മതിൽ നമുക്ക് തരാമെന്നല്ലേ അയാൾ പറഞ്ഞത്. പട്ടാളം ബാഹുലേന ആരായി നമുക്ക് തരാം, ആ ചോറ് തരാമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം സാറേ, ഞാൻ വിളിക്കാമേ. വിളിക്കാം. അതെ, എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാനിവിടെ ഇല്ല. ഞാൻ ഇവിടെ ഇല്ല. ചേച്ചി നേതാവിനെ ഒന്ന് കാണണം. കിഡ്നിയുടെ കാര്യമൊക്കെ ശരിയായല്ലോ? അത് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്ന. നേതാവുണ്ടോ? എന്താ പറ്റിയ? ഞാൻ പാർട്ടി ഓഫീസിൽ ചെന്ന് അവിടെ ചെന്നപ്പം കണ്ടില്ല. പിന്നെ വഴിയിൽ വെച്ച് കണ്ടെങ്കിലും കണ്ടില്ല. ഞാൻ സംസാരിക്കാൻ വന്നപ്പോഴേക്കും സാറങ്ങ് പോയിരുന്നു. കണ്ടില്ല, എന്നെ കണ്ടില്ല. അല്ല, എന്താ ഇപ്പൊ അവര് പറയണ? പാർട്ടിക്കാരെയൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പം നേതാവ് സഹായിക്കാന്ന് പറഞ്ഞാലും വേറെ ആരും ഇപ്പം സഹായിക്കാനില്ല. നാളെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അപ്പോൾ സാറ് തരാമെന്ന് പറഞ്ഞിരുന്നത് എന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അത്. അല്ല, വേറെ ഒന്നും പിന്നീട് കണ്ടില്ലേ നിങ്ങൾ? ഇല്ല, കണ്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കണില്ല. വീട്ടിൽ ഞാൻ പാർട്ടി ഓഫീസിലും പോയി, കണ്ടില്ല. കരയല്ലേ? അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും ചേച്ചി. വേറെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടാവും. എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല മോളെ, അതുകൊണ്ടാണ് കാണാൻ വന്നത്. ഇവിടെ മറ്റേ ചേച്ചി കിഡ്നിയുടെ മോന് തീരെ സുഖമില്ല. നാളെയാണ് ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസം. നേതാവ് സഹായിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ ആരും ഇപ്പൊ സഹായിക്കാൻ വരണില്ല. കണ്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയണ. ഇപ്പൊ അവനവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന, പക്ഷെ പുറത്തേക്ക് പോയി. ചേച്ചി വിഷമിക്കണ്ട, അവര് പാർട്ടിക്കാര് സഹായിക്കും. മോന് തീരെ വയ്യ മോളെ, ഒന്ന് പറയോ? നാളെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമാണ്. നേതാവ് സഹായിക്കാന്ന് പറഞ്ഞ കാരണം അല്ലെങ്കിൽ അവരൊക്കെ നാട്ടുകാര് സഹായിച്ചാന്. ഒരു കാര്യം ചെയ്യോ, ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുള്ളി പുറത്ത് പോയിട്ടുള്ളതായിരിക്കും. അപ്പൊ വന്ന ഉടനെ ഞാൻ കൂടെ കൂട്ടി വരാം. എവിടെ താമസിക്കുന്നത്? വട്ടിയൂർക്കാവ്. അവിടെ ഒന്ന് അന്വേഷിച്ച് അറിയാലോ, അവനറിയാലോ. ഞാൻ ക്ലിനിക്കിൽ കൊണ്ടുവന്നോളാം. വരണേ സാർ, നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ദിവസമാണ്. ഇനിയും താമസിക്കല്ല. ഇല്ല, വിഷമിക്കണ്ട. പുള്ളി സമ്മതിച്ചാൽ തീർച്ചയായിട്ടും വരും. എന്തായാലും ഒന്ന് പറയുന്നേ. ശരി. എന്താ വല്യാന്ന് പറഞ്ഞു? അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കുറച്ചു മുമ്പ് ഞാനും കൂടി സംസാരിച്ചല്ലേ. എന്താടി ഇല്ലാന്ന് പറയുന്നത്? ഉണ്ട്, പക്ഷെ എന്നോട് ഇപ്പൊ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഉള്ള കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്തോ കുഴപ്പമുണ്ട്. അതെന്താ? ആവോ, അവരാണെങ്കിൽ ഭയങ്കര കരച്ചില്ലല്ലോ. പിന്നല്ലേ അവൻ സമ്മതിച്ചാലും വേറെ സഹായിക്കാത്ത കണ്ടീഷനായില്ലേ? അവനെവിടെ? ഇവൻ എന്തിനാ ഒളിച്ചിരിക്കണെന്തിനാ? എനിക്കറിയില്ലെന്ന്. അവൻ നല്ല മനസ്സോടെ സമ്മതിച്ചല്ലേ. ക്ലീറ്റ ഹലോ പ്രസിഡന്റ്. ഞാൻ എല്ലാം ഓക്കെയാണ് പ്രസിഡന്റ്. ആരുമില്ല അവിടെ അല്ലേ? എന്താ ഉദ്ദേശം? ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരുടെ? പ്രസിഡന്റുമായിട്ട്. അതൊക്കെ ഒരാൾ തിരക്കി വന്നിരുന്നു. അറിഞ്ഞായിരുന്നോ? ഒരു സ്ത്രീ വന്നിരുന്നു, ഒരു പാവപ്പെട്ട സ്ത്രീ. നീ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞ പയ്യന്റെ അമ്മ. അവര് പറയേണ്ട ദിവസമായില്ലല്ലോ, അത് ഇനി അടുത്ത ആഴ്ചയല്ലേ. അവരോട് നാളെ ആശുപത്രി പോകാന്നല്ലേ ക്ലീറ്റോ പറഞ്ഞേക്കുന്നത്? ഇത് കൊള്ളാം. അവരും ഡോക്ടറും കൂടെ തീരുമാനിച്ചാൽ മതിയാ. എന്റെ സമയം സൗകര്യം നോക്കണ്ടേ? നിന്നെ കിട്ടണ്ടേ, നിന്നെ കാണണ്ടേ? നിന്നെ വിളിച്ചാൽ കിട്ടില്ല. നിന്റെ പാർട്ടി ഓഫീസിൽ നിന്നെ കാണൂല. ഞാൻ തിരക്കുള്ളൊരു പൊതുപ്രവർത്തകനല്ലേ. ക്ലീറ്റോ ഈ കാര്യം ഏറ്റെടുത്ത് അവരെ പിന്നീട് ഒന്ന് വിളിച്ചിട്ടുണ്ടോ? അവരുടെ വീട്ടിലൊന്ന് പോയി അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളും പാർട്ടിക്കാരും കൂടി എല്ലാം ഏറ്റെടുത്തതല്ലേ? ഞങ്ങൾ ഏറ്റെടുത്തു. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ല. ഇലക്ഷന്റെ തിരക്കല്ലേ തങ്ക. എന്നാ പിന്നെ അത് അവരോട് പറയണ്ടേടാ. നീ കാര്യം പറയാ. എന്താ പ്രശ്നം? നിനക്ക് പ്രശ്നം എന്താ? ഒന്നുമില്ല. പ്രശ്നം നീ ഉരുണ്ടളിക്കരുത്. പ്രശ്നമൊന്നുമില്ലെങ്കിൽ ചെല്ല്, നാളെ ചെന്നിട്ട് ഇവിടെ പോലൊരു കൊച്ചാണ് അവിടെ ഉള്ളത്.
അതെ, ഇതിനകത്ത് വേറൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് പറ. പ്രശ്നം വേറൊന്നുമല്ല. ഈ എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നേ. അപ്പോൾ അയാളെ ഞാൻ പോയി കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ളത് കൊണ്ട് കിഡ്നി കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് നിനക്ക് അറിഞ്ഞൂടായിരുന്നു? എനിക്കറിയില്ലേ അത്. എടാ 5 വയസ്സായ കൊച്ചുങ്ങൾക്ക് അറിയാല്ലേ? തക്കിലോട്ട് വെച്ചോക്ക്. നീ വലിയ വായിൽ പറഞ്ഞില്ല കിഡ്നി കൊടുക്കാന്ന്. അത് ഫേസ്ബുക്കിൽ വന്ന്, വാട്സാപ്പിൽ വന്ന്, പത്രത്തിൽ വന്ന്, റേഡിയോയിൽ വന്ന്, ടി വിയിൽ വന്ന്, വരാൻ ഈ ഒരു ഇടമില്ല. ലോകം മുഴുവൻ നടന്ന് സ്വീകരണം നേടാൻ ചെയ്തു. അതാണ് അവന്റെ ആവശ്യം, അത് നടന്നല്ലോ. പേരെടുക്കുക. സത്യത്തിൽ എന്താ ക്ലീറ്റോന്റെ എന്താ പ്രശ്നം പറ. ഷുഗറും കൊളസ്ട്രോളും ആണോ ക്ലീറ്റോന്റെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അവരോട് പറ. എന്താന്ന് നിന്നെയും കൂടി ചില ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ലളിയാ, എലക്ഷൻ വരുന്നത് കൊണ്ട് പാർട്ടിയുടെ എല്ലാവരും കൂടെ ആലോചിച്ച് ആൾക്കാരുടെ ഒരു പിന്തുണയും പെട്ടെന്ന് ഇതൊരു തന്ത്രമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. ഓ അളിയത് വലിയ കഷ്ടമാണ് അളിയാ. തെണ്ടിത്തരമാണ് ഈ കാണിച്ചത്. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് രാഷ്ട്രീയക്കാർ ഓരോ പൊള്ള വാഗ്ദാനങ്ങൾ കൊടുക്കും. അതൊന്നും നടക്കില്ല, നമുക്ക് അറിയാൻ ചെയ്യാം. പാലം പണിയും റോഡ് പണിയും. പക്ഷെ അതുപോലെ തന്നെ അളിയത് മനുഷ്യരായിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. ഒരു കൊച്ചിന്റെ ജീവിതം വെച്ചാണ് കളിക്കണം നിങ്ങൾ. എടാ നിനക്ക് നിന്റെ പാർട്ടിക്കും പേരും പ്രശസ്തിണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പാവം കുട്ടിയുടെ ജീവൻ വെച്ചാണ് കളിക്കേണ്ടത്. നിങ്ങൾ സഹായം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ സഹായിച്ചവർ വരെ പിന്മാറി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയായാലും ശരി നിന്റെ പാർട്ടിയായാലും ശരി, ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കോണം. പറഞ്ഞില്ലേ വേണ്ട.